ഓക്കെ. വ്യത്യസ്തമായിട്ടുള്ള ചോദ്യം ചോദിക്കാം. അപ്പം ഇന്ത്യൻ ചരിത്രത്തിൽ കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു പോയിട്ട് പാർട്ടികൾ ഉണ്ടാക്കി മത്സരിച്ച് ഭരണത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും കോൺഗ്രസിന് ഈ ആം ആദ്മി പാർട്ടിയോട് ഇത്ര വൈരാഗ്യം വെച്ച് പെരുമാറുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിനോട് ആം ആദ്മി പാർട്ടി ഇത്ര വൈരാഗ്യം ആം ആദ്മി കാണിക്കുന്നത് പാർട്ടിയോട് എന്തെന്നുള്ളതിന്റെ ആം ഉത്തരം ആദ്മി പാർട്ടിയോട് കോൺഗ്രസ് വൈരാഗ്യം വെച്ച് പുലർത്തുന്നതായിട്ടാണ് കാണുന്നത്. ആം ആദ്മി പാർട്ടിയോട് കോൺഗ്രസ് എന്തുകൊണ്ട് ഇത്ര വൈരാഗ്യം കാണിക്കുന്നതിന്റെ ഉത്തരം തരേണ്ടത് ഒരുപക്ഷെ കോൺഗ്രസ് തന്നെയായിരിക്കും. നമ്മുടെ പരിമിതമായ അറിവുകളിൽ നിന്ന് പറയാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞ് നമ്മളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കിയാൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും രൂപം കൊള്ളുന്നത് ഒന്നുകിൽ നിലവിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ പടലപ്പിണക്കങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ജാതി മത വർഗീയ ചിന്തകളുടെ അടിസ്ഥാനത്തിലാകാം, പ്രാദേശിക വാദങ്ങളുടെ അടിസ്ഥാനത്തിലാകാം. പക്ഷെ ഇതിന്റെയൊക്കെ അപ്പുറം ഒരു കൂട്ടം ആൾക്കാര് ഈ രാഷ്ട്രീയത്തെ അത് അഴുക്കുചാലാണെന്നും അതിനെ തീണ്ടാപ്പാടകലെ നിർത്തേണ്ടതാണെന്നും അതിനെ ഒരു മൂവ്മെന്റിലൂടെ, ഒരു സിവിൽ സൊസൈറ്റി മൂവ്മെന്റിലൂടെ ശുദ്ധീകരിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് നടന്ന ഒരു കൂട്ടം ആൾക്കാര് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് വരുവാണ്. അത് അഴിമതിക്കോ അനീതിക്കുള്ള ഒരു പോരാട്ടം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് രൂപം കൊണ്ടുവരികയാണ്. ഈ പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ ആകമാനം അതിന് കൃത്യമായ ഒരു അക്സെപ്റ്റൻസ് ലഭിക്കുന്നുണ്ട്. അങ്ങ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ആ രാഷ്ട്രീയ മുന്നേറ്റത്തിന് ഒരു അക്സെപ്റ്റൻസ് ലഭിക്കുന്നുണ്ട്. അതിനപ്പുറം ഇന്ത്യ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിക്ക് വളരെ വേഗത്തിൽ ഇങ്ങനെ വന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുന്ന കാഴ്ച കണ്ടു. പല ജാതി മത ചിന്തകൾക്കപ്പുറം, ദേശഭാഷാ വ്യത്യാസങ്ങൾക്കപ്പുറം ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പടർന്ന് പന്തലിക്കുന്ന കാഴ്ച കണ്ടു. അങ്ങനെ വരുമ്പോൾ നിലവിലെ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ദേശീയ പാർട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ആ പ്രസ്ഥാനത്തോട് ഉണ്ടാകുന്ന ഒരു വൈരാഗ്യമുണ്ട്. തങ്ങളുടെ അസ്തിത്വത്തെ അത് ചോദ്യം ചെയ്യുന്നു എന്നുള്ള അത് കോൺഗ്രസിനാകാം ബി ജെ പിക്കാകാം. സ്വാഭാവികമായിട്ട് ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ മുന്നിലേക്ക് ഉയർന്നു വരുന്ന ഒരു ചോദ്യമായിരിക്കാം തങ്ങളുടെ ചോദ്യം. അതിന്റെ തുടർച്ച എന്നോണമായിരിക്കാം ഒരുപക്ഷെ ഈ വൈരാഗ്യ ബുദ്ധി ഒരുപക്ഷെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് പറയാം. ഒരു ചോദ്യം കൂടെ. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ഈ പറയുന്ന വിപ്ലവം വർഷങ്ങൾക്ക് മുമ്പേ കേരളത്തിൽ സൃഷ്ടിച്ചാൽ, അങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്ന വിദ്യാഭ്യാസ വിപ്ലവം എന്നൊക്കെ പറയുന്നത് അതൊരു ഉഡായിപ്പ് സംഭവമല്ലേ? ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കേരളത്തിൽ ചെയ്ത കാര്യങ്ങളല്ലേ? അല്ല, വിദ്യാഭ്യാസ തലത്തിൽ കേരളത്തിൽ ഒരു നവോത്ഥാനം ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തൊന്നും വിസ്മരിച്ചുകൂടാ. അത് വിസ്മരിച്ചുകൊണ്ടൊന്നും നമുക്ക് മുമ്പോട്ട് പോകാനും സാധിക്കത്തില്ല. യാഥാർത്ഥ്യമാണ്. പക്ഷെ പിന്നീട് അതിലുണ്ടായേക്കുന്ന തകർച്ചകൾ എന്തെന്നുള്ളതും കൂടെ നമ്മൾ വിലയിരുത്തിപ്പോണം അത്തരം കാര്യങ്ങൾ. പക്ഷെ ഇതുമായിട്ട് ഡൽഹി വിദ്യാഭ്യാസത്തെ നമ്മൾ വിദ്യാഭ്യാസ വിപ്ലവത്തെ നമ്മൾ കമ്പയർ ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് കൃത്യമായിട്ട് പറഞ്ഞാല് ഡൽഹിയിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ ആ ഒരു വലിയ മുന്നേറ്റമുണ്ട്. ആ മുന്നേറ്റത്തെ വിലയിരുത്തി തന്നെ നമ്മൾ വേണം അതിനെ നോക്കാനായിട്ട്. അതായത് 2014-15 കാലഘട്ടത്തില് 6554 കോടി രൂപയുടെ ആയിരുന്നു ഡൽഹിയുടെ വിദ്യാഭ്യാസ ബഡ്ജറ്റെങ്കിൽ 2024-25 കാലഘട്ടത്തിൽ 16,396 കോടിയുടെ വിദ്യാഭ്യാസ ബഡ്ജറ്റായിട്ട് ഡൽഹി മാറുന്നുണ്ട്. അതുകൂടാതെ 22,711 പുതിയ ക്ലാസ് റൂമുകളും 32ഓളം പുതിയ സ്കൂൾ ബിൽഡിങ്ങുകളും എന്ന് വെച്ചാല് ഈ സ്കൂൾ ബിൽഡിങ്ങുകളുടെയൊക്കെ ഒരു വളർച്ച നോക്കുകയാണെങ്കിൽ ഏകദേശം 98.7-99% സ്കൂളുകളിലും കമ്പ്യൂട്ടർ ഫെസിലിറ്റികളുള്ള സ്കൂളുകളാണ്. 96% സ്കൂളുകളും പ്ലേ ഗ്രൗണ്ടുകളുള്ള സ്കൂളുകളാണ്. അതിനപ്പുറം വിദ്യാഭ്യാസം അധ്യാപനത്തിലൂടെ നവീകരിക്കുന്ന ഒരു സിസ്റ്റവും കൂടെ അവിടെ കൊണ്ടുവന്നു. പുതിയ കരിക്കുലം കൊണ്ടുവന്നുകൊണ്ട് അധ്യാപനത്തെ നവീകരിക്കുന്ന ഒരു അധ്യാപകർക്ക് എങ്ങനെയൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മളുണ്ട്. അവിടുത്തെ അധ്യാപക ട്രെയിനിങ്ങിന്റെ ബഡ്ജറ്റ് കൂടെ നമ്മൾ നോക്കുന്നത് ഏകദേശം 1400% ബഡ്ജറ്റിൽ വർധന ഉണ്ടായേക്കുന്നത്. അതായത് 2014-15 കാലഘട്ടത്തിൽ വെറും 7.4 കോടി രൂപ മാത്രം ഉണ്ടായിരുന്ന ഡൽഹി അധ്യാപക ട്രെയിനിങ്ങിന്റെ ബഡ്ജറ്റ് 2024-25 ആയപ്പോഴത്തേക്ക് 100 കോടി രൂപയായിട്ടാണ് വർദ്ധിച്ചത്. ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ, അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിൽ അഹമ്മദാബാദിലും ലക്നൌവിലും IIM മറ്റും വിട്ടുകൊണ്ട് ഫിൻലാൻഡിലും സിംഗപ്പൂരിലും ഒക്കെ അയച്ചുകൊണ്ടാണ് അവിടുത്തെ അധ്യാപകരെ ട്രെയിൻ ചെയ്തെടുത്തുകൊണ്ട് വന്നത്. ഏകദേശം LGയുടെ അനുമതി 2022 ഈ വിദേശത്തേക്ക് വിടാനുള്ള LGയുടെ അനുമതി കൊടുക്കാതിരുന്നതിനെ തുടർന്നാണ് കൂടുതൽ ട്രെയിനിങ്ങുകൾ അധ്യാപകർക്ക് കൊടുക്കാൻ പറ്റാതെ പോയത്. ആ രീതിക്ക് വിദ്യാഭ്യാസ നവീകരണം ഒരു വലിയ നവോത്ഥാനവുമാണ് ഡൽഹിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനെ ഒരിക്കലും കേരളത്തിലെ ആദ്യ കാലഘട്ടങ്ങളിൽ, കേരളത്തിലെ തുടക്ക കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ മുന്നേറ്റമായിട്ടല്ല അതിനെ കമ്പയർ ചെയ്യേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നവീകരണം ഡൽഹിയിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ഇന്ന്
ഇന്നത്തെ കാലത്ത് മാതൃകയാക്കാൻ പറ്റുന്ന, ഇന്ത്യയെ തന്നെ ലോകത്തിലെ നമ്പർ 1 രാജ്യമാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിനാണ് ഡൽഹി തുടക്കമിട്ടതെന്നുള്ള കാര്യം നമ്മൾ മാത്രമല്ല അംഗീകരിക്കുന്നത്, അത് ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നത്, UN ഉൾപ്പെടെയുള്ള ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അത് അംഗീകരിക്കുന്നതാണ്. ഓക്കെ, അടുത്ത് വേറെ ആർക്കും ചോദ്യം ഉണ്ടോ ഇവിടെ? എനിക്കുണ്ട് ഞാൻ ചോദിക്കട്ടെ? ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച ചോദ്യം പലരും ചോദിച്ചുകൊണ്ട് ഞാൻ പുതിയൊരു ചോദ്യത്തിലേക്ക് പോവാം. അതായത് സാധാരണക്കാരന്റെ പ്രതീക്ഷയും പ്രത്യാശയുമായി ഉയർന്ന് വളരെ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അധികാര കേന്ദ്രത്തിലേക്ക് എത്തിയ ഒരു നേതാവാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും. പക്ഷേ ഈ തുടർ ഭരണത്തിലൂടെ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ സ്വയം ഒരു ദൈവിക പരിവേഷത്തിലേക്ക് അദ്ദേഹം ഉയരുകയും അതും നെഗറ്റീവായിട്ട്, അതിനൊരു ഉദാഹരണം പറയാം. ഈ ഒരു കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്താവന വന്നു കണ്ടു. നിങ്ങൾ എല്ലാ മണ്ഡലത്തിലും ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് നിങ്ങൾ കരുതിക്കൊണ്ട് തന്നെ വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ സ്വന്തം പാളയത്തിലുള്ള ഇതര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് അവരെ അൺഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ട് ഇദ്ദേഹം തന്നെ സ്വയം ഒരു ദൈവിക പരിവേഷം ചാർത്തി എടുത്തത് പോലും വിദ്യാസമ്പന്നരായിട്ടുള്ള അവിടുത്തെ ജനങ്ങൾ അതൊരു തിരിച്ചടിയും അതും ഒരു തോൽവിക്ക് കാരണമായിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അല്ല, അതില് ആം ആദ്മി പാർട്ടിയുടെ മുഖം എന്ന രീതിക്ക് അരവിന്ദ് കെജ്രിവാളിനെ തന്നെയാണ് മുന്നിൽ നിർത്തിയിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആം ആദ്മി പാർട്ടി എല്ലാ മണ്ഡലങ്ങളിലും പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോഴും ഇത്തര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആക്രമിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ നേരിട്ടാണ് ആക്രമിക്കുന്നത്. അപ്പൊ ആ അരവിന്ദ് കെജ്രിവാളിനെ നേരിട്ട് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആക്രമിക്കുമ്പോഴും അരവിന്ദ് കെജ്രിവാളിനെ വിലയിരുത്തിക്കൊണ്ട് ബാക്കി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രചരണങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട് നടത്തുമ്പോഴും അരവിന്ദ് കെജ്രിവാൾ ജനങ്ങളോട് പറയാനുള്ള വാക്ക് ആ രീതിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. എന്നെ വിലയിരുത്തി തന്നെ നിങ്ങൾ വോട്ട് ചെയ്യുക, ഞാനാണ് മത്സരിക്കുന്നതെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യൂ. അങ്ങനെ ആ നേതൃത്വത്തെ വിലയിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ എനിക്കെതിരെയാണ് ആക്രമണം വരുന്നതെങ്കിൽ ആ വിലയിരുത്തൽ നടത്തിക്കൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. മറ്റ് പ്രാദേശിക അല്ലെങ്കിൽ മറ്റു മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കെതിരായിട്ടല്ലല്ലോ അവിടുത്തെ ആക്രമണങ്ങളൊന്നും തന്നെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തുന്നത്. അങ്ങനെ നടത്തുന്ന സാഹചര്യത്തിൽ ഇവരെന്താണോ ആക്രമണം നടത്തുന്നത് അതിനെ ആ രീതിക്കല്ലേ പ്രതിരോധിക്കാൻ സാധിക്കത്തുള്ളൂ. അതിന്റെ പേരിൽ തന്നെയാണ് കെജ്രിവാളിനെ ആക്രമിക്കുമ്പോഴത്തേക്ക് കേജ്രിവാൾ ശരിയോ തെറ്റോ എന്ന് നോക്കി നിങ്ങൾ വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ കേജ്രിവാളിന് പറയാൻ സാധിക്കത്തുള്ളൂ. ആ പ്രചരണം തന്നെയാണ് കേജ്രിവാൾ നടത്തിയത്. ഓക്കെ, ഇതോട് അനുബന്ധമായിട്ട് മറ്റൊരു ചോദ്യം കൂടെ കൂടി. അത് ശീഷ് മഹൽ വിവാദവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ സ്വന്തം അദ്ദേഹം തന്നെ നാമനിർദ്ദേശനം ചെയ്ത അഷിദി എന്നല്ല പേര്, അതിഷി പോലും ഈ ശീഷ് മഹലിൽ ഔദ്യോഗിക കെട്ടിടമാണല്ലോ, ഔദ്യോഗിക ഭവനം, അതിൽ അവർ പോലും ഈ ആഡംബരം തന്നെ ഒരു വളരെ ഹൈലൈറ്റ് ആയി BJP പാളയം പ്രചാരം അഴിച്ചുവിട്ട ഒരു പ്രചരണ വിഷയമായിരുന്നു ശീഷ് മഹൽ. ഇവർക്ക് പകരം മുഖ്യമന്ത്രിയായിരുന്ന അവർ പോലും ആ ഔദ്യോഗിക വസതിയിൽ താമസിക്കാൻ കൂട്ടാകാതെ മറ്റൊരു വസതിയിലാണ് അവരും താമസിച്ചത്. അത് തന്നെ വളരെ അവരുടെ തന്നെ പാളയത്തിലുള്ള മുഖ്യമന്ത്രി പോലും അതിനെ അംഗീകരിക്കാത്ത രീതിയിൽ ഇദ്ദേഹം ഒരു ആഡംബരത്തിൽ മുഴച്ചു നിൽക്കുന്നില്ല എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇല്ല, അവരെ പുറത്താക്കിയ വാർത്ത ഉണ്ട്. ഇല്ല, അതൊരിക്കലും ഈ ശീഷ് മഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കെട്ടിടം 1942 നിർമ്മിച്ച ഒരു കെട്ടിടമാണ്. അതിന് ഒത്തിരി കാലപ്പഴക്കങ്ങൾ ഉണ്ടായ പോരായ്മ ഉണ്ടായിട്ട് അത് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അവിടുത്തെ PWD നിയന്ത്രണത്തിലുള്ളതാണ്. അതിനെ നിയന്ത്രിക്കുന്നത് LG ആണ്. LGയുടെ അനുമതിയോടുകൂടി തന്നെയാണ് അത് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത്. അവിടെ അരവിന്ദ് കെജ്രിവാളിന് ശേഷം അതിഷി താമസിക്കുന്നത് PWD തന്നെയാണ്. അതിഷി അവിടുന്ന് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. എല്ലാം പാക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഇറങ്ങാൻ തയ്യാറായിട്ടിരിക്കുന്ന അതിഷിയുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മൾ കണ്ടതാണ്. അവർ അവിടുന്ന് ഒഴിവാക്കുകയാണ് ചെയ്ത്. ഒഴിവാക്കിയതിന് ശേഷമാണ് അവർ ഈ ശീഷ് മഹൽ എന്ന് പറയുന്ന ആ കെട്ടിടത്തെ പറ്റി കള്ളക്കഥ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആഡംബര കെട്ടിടം എന്നുള്ള രീതിക്കുള്ള കള്ളക്കഥ പ്രചരിപ്പിക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാളിന്റെ വീടൊന്നുമല്ല. അത് ഡൽഹിയിലെ ഏതൊരു മുഖ്യമന്ത്രി വന്നാലും ഇനി മറ്റേതെങ്കിലും സംവിധാനങ്ങൾക്കാണെങ്കിലും ഡൽഹിയുടെ ഔദ്യോഗിക വസതിയായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു കെട്ടിടമാണ്. ആ കെട്ടിടം രൂപപ്പെടുത്തിയിരിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കെട്ടിടം രൂപപ്പെടുത്തുമ്പോഴത്തേക്ക് അതിൽ ആവശ്യം വേണ്ട ചില ഘടകങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത. ഒരു 3 ഏക്കർ വരുന്ന സ്ഥലത്താണ് ഈ ശീഷ് മഹൽ എന്ന് അവകാശപ്പെടുന്ന കെട്ടിടം നിൽക്കുന്നത്. കേവലം അതൊരു വസതിയല്ല, അത് ശരിക്കും പറഞ്ഞ ഒരു മിനി സെക്രട്ടേറിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ ഒരു വലിയ ഓഡിറ്റോറിയം ഉണ്ട്, ഒരു ഇവന്റ് ഹാൾ ഉണ്ട്, മുഴുവൻ ക്യാബിനറ്റ് മന്ത്രിമാരുടെയും ഓഫീസ് അതിനകത്തുണ്ട്. കോവിഡ് കണക്കുള്ള മഹാമാരികൾ സംഭവിച്ച ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്ക് ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഒന്നിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കെല്ലാം ഓഫീസ് സംവിധാനങ്ങൾ ഒരേ കെട്ടിടത്തിൽ തന്നെ ഉണ്ടായിരിക്കണമെന്നുണ്ട്. ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായിട്ട് മുഴുവൻ ക്യാബിനറ്റ് മന്ത്രിമാരുടെയും ഓഫീസ് അവിടെയുണ്ട്. അതേപോലെ സ്വദേശ
വിദേശ അതിഥികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. 10ഓളം സ്റ്റാഫുകൾക്ക് കുടുംബസമേതം താമസിക്കാനുള്ള സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉണ്ട്. മുഖ്യമന്ത്രിയുടെ വീടിന് പുറമെയാണ് ഇതെല്ലാം ഈ പറയുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും 1 ഡസന് മുകളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അതെല്ലാം റീചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ പൊതുജനങ്ങളുമായിട്ട് സംവദിക്കാനുള്ള വിസിറ്റേഴ്സ് ലോഞ്ച് ഉണ്ട്. ഇതൊന്നും അല്ല ആരും പറഞ്ഞത്. പ്രചരിപ്പിച്ചത് എന്തൊക്കെയായിരുന്നു? അവിടെ സ്വർണ്ണ ടോയ്ലറ്റ് ഉണ്ടെന്നും ഡയമണ്ട് പിടിപ്പിച്ച ടാപ്പുകൾ ഉണ്ടെന്നും റിമോട്ടിൽ മൂവ് ചെയ്യുന്ന കട്ടണുകൾ ഉണ്ടെന്നും ഒക്കെയാണ് അവർ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നോക്കിയത്. ആ കള്ളക്കഥകളാണെന്നുള്ളതും അത് കള്ളക്കഥകൾ പൊളിച്ചെടുക്കാനായിട്ട് മാധ്യമങ്ങൾ അങ്ങോട്ടൊന്നും മാധ്യമങ്ങളെ കടത്തിവിടുന്നില്ല. ഇവിടുത്തെ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും അത് കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവരുമായിട്ട് മുമ്പോട്ട് പോയ സഞ്ജയ് സിംഗും സൗരഭ് ഭരദ്വാജും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് മാധ്യമങ്ങളെ വിളിച്ചുകൊണ്ട് അശീഷ് മഹലിലോട്ട് പോയത്. തുറന്ന് കാണിച്ചില്ല. ഒരു കാരണവശാലും ഇത് പുറത്തോട്ട് കാണിക്കാതെ ഒരു കള്ളക്കഥ പടച്ചുവിടുകയും അതിന്റെ പുറത്തൊരു ചർച്ച ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും അതിന്റെ ചെറു മോഡൽ എന്ന രീതിക്ക് ഒരു വ്യാജഘട്ടത്തിന്റെ മോഡലുകളുമായിട്ട് പ്രചാരണം നടത്തുകയൊക്കെ ചെയ്തു എന്നുള്ളത് BJP നടത്തിയ അതുണ്ടായത്. അല്ലാതെ ഈ പറയുന്ന രീതിക്ക് ഒരു സംവിധാനമല്ലാതെ അതൊരു ആഡംബരത്തിന്റെ യാതൊരു സാഹചര്യവുമല്ല. അരവിന്ദ് കെജ്രിവാളിന് താമസിക്കാൻ ഉണ്ടാക്കിയ ഒരു വീടുമല്ല എന്നുള്ളതാണ് അതിലെ വസ്തുത എന്ന് പറയുന്നത്. ഭാസ്കർ ഭാസ്കർ ഓക്കെ, താങ്ക് യു. ആക്ച്വലി നവൻജി, എൻ്റെ ക്വസ്റ്റ്യൻ ഒത്തിരി പ്രാവശ്യം നിങ്ങൾ ഉത്തരം പറഞ്ഞാണെങ്കിലും ഈ ക്വസ്റ്റ്യൻ അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. ഈ ശരിക്കും അഴിമതിക്കെതിരെ ചൂലുമെടുത്ത് അധികാരത്തിൽ വന്ന ഒരു മുഖ്യമന്ത്രി, ഒരു ഒരു വിദ്യാഭ്യാസമുള്ള ഒരു മുഖ്യമന്ത്രി, ആ പുള്ളി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അഴിമതി കേസ് വന്നപ്പോൾ നിയമപരമായി പോകാതെ രാജിവെക്കാതെ നിന്നപ്പോൾ അത് ഇവിടെ ഇപ്പോൾ മറ്റുള്ള ഈ കള്ളന്മാരായിട്ടുള്ള മുഖ്യമന്ത്രിമാർക്കെല്ലാം ഒരു ചൂല് കൊടുക്കുകയല്ലേ ചെയ്തത്, അല്ലെങ്കിൽ അവർക്കൊരു സ്റ്റാൻഡ് കൊടുക്കുകയല്ലേ ചെയ്തത്. അത് തെറ്റായി പോയില്ലേ? ശരിക്കും നമ്മൾ കാണേണ്ട ഒരു ഭംഗി അതിനകത്ത് വേറൊരു ആംഗിളിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എന്ന് വെച്ചാല് സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടത് ജാമ്യം കിട്ടി വെളിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട്, കേസ് അവസാനിച്ചിട്ടില്ല, ജാമ്യം കിട്ടി വെളിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് രാജിവെച്ച സ്ഥാനത്തേക്ക് തിരിച്ചു കയറുന്ന മന്ത്രിമാരെയാണ് നമ്മൾ കണ്ടേക്കുന്നത്. ആ സമയങ്ങളിലെല്ലാം രാജിവെക്കാതെ നേരെ തിരിച്ച് ജാമ്യം സ്വമേധയാ ആവശ്യപ്പെട്ട ജാമ്യമല്ല, കോടതി സ്വമേധയാ കൊടുത്ത ജാമ്യം കിട്ടിയിട്ട് പോലും വെളിയിൽ ഇറങ്ങിയ ഉടനെ തന്നെ ആ അധികാരപദത്തിൽ നിന്ന് ഒഴിയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത്. അത് തികച്ചും മറ്റൊരു രൂപം, മറ്റൊരു എന്തുവാ ആഖ്യാനമൊക്കെയാണ് നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ അത് കൊടുക്കുന്നത്. എന്തിനു വേണ്ടി? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോയതാണ്. എന്തിനു വേണ്ടിയാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കേജ്രിവാളിന്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെപ്പിക്കുക എന്നുള്ള ലക്ഷ്യമെന്ന് ആ ലക്ഷ്യത്തിന് വഴിപ്പെട്ട് കൊടുക്കാൻ തയ്യാറല്ല എന്നും ഇറങ്ങി വന്നതിന് ശേഷം പാർട്ടി ബാക്കി സംവിധാനങ്ങളെല്ലാം കൃത്യമായിട്ട് ക്രോഡീകരിക്കാനുള്ള ശക്തമായ സംവിധാനമായിട്ട് പുറത്തു നിന്നുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് കേജ്രിവാൾ ചെയ്തിരിക്കുന്നത്. അതിനെ മറ്റൊരു തലത്തിലോട്ട് കൊണ്ടുപോകല്ല, അതിനെ കൃത്യമായിട്ട് ആ ഒരു ആംഗിൾ തന്നെ കാണുക എന്നുള്ളതാണ് പറയാൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ ഞാൻ എടുത്താൽ പോലും എനിക്കതിനെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത വേറൊരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു അവിടെ മറ്റേ അരുതിനോ ഒരു സ്ത്രീനെ അവിടെ മുഖ്യമന്ത്രിയായിട്ട് ഇരുത്തി. പക്ഷെ അവിടെ ഒരു കസേര ഇപ്പുറത്തിരുത്തി ഇത് ചെയ്തു. അത് ശരിക്കും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത, ഇവിടെ ജയലളിത പോലും കാണിക്കാത്ത, അഴിമതിയുടെ മുടിചൂടാൻ മന്നന്മാരായിട്ടുള്ള ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ പോലും കാണിക്കാത്തൊരിതാണ് ആം ആദ്മി പാർട്ടി കാണിച്ചത്. ഒരു കസേര ഇപ്പുറത്ത് വെച്ചിട്ട് മുഖ്യമന്ത്രിയായിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി ഇരുന്നു. അത് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അല്ല, അത് കൃത്യമായിട്ട് മുഖ്യമന്ത്രിയായിട്ടിരിക്കേണ്ട അരവിന്ദ് കെജ്രിവാൾ ആണെന്നുള്ളത്, അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിയതെന്നുള്ളത് പൊതുസമക്ഷത്തിൽ എത്തിക്കുക എന്നുള്ളതും ആ ചർച്ച ഇതേ രീതിക്ക് തന്നെ ഈ ചർച്ച പൊതുമണ്ഡലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിക്ക് ആം ആദ്മി പാർട്ടിക്കുണ്ട്. ആ ചർച്ചകൾ പൊതുമണ്ഡലത്തിൽ എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അത്തരം പ്രവർത്തനങ്ങൾ മുമ്പോട്ട് വെച്ചത്.